പ്രിയ കൂട്ടുകാർക്ക് ഷിസു കിഡ്സ് വേൾഡ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കുട്ടികൾക്കായുള്ള വാർത്തകളും അറിവുകളും നിറഞ്ഞ ലോകത്തേക്ക് സ്വാഗതം. കുഞ്ഞു കൂട്ടുകാർക്ക് ലോകത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ രസകരവും ലളിതവുമായ രീതിയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, മൃഗങ്ങൾ, പ്രകൃതി, ചരിത്രം, ആഗോള സംഭവങ്ങൾ തുടങ്ങി കുട്ടികൾക്ക് മനസ്സിലാവുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വാർത്തകളിലൂടെ നിങ്ങളിലേക്ക്. പുതിയ കാര്യങ്ങൾ പഠിക്കാം, ഒരുമിച്ച് വളരാം. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷംസി കണ്ണൂർ. ഇനി മുതൽ എല്ലാ ദിവസവും ന്യൂസ് ടൈമിലൂടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം. ത്രിവർണ്ണ ശോഭയിൽ രാജ്യമെങ്ങും ആഘോഷം. ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായി 103 മിനിറ്റ് നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാകാത്ത തിരിച്ചടി നൽകിയെന്ന് പ്രധാനമന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളം. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഒമാനിലെ പ്രവാസി സമൂഹം ഇന്ത്യൻ എംബസിയിൽ ദേശീയ പതാക ഉയർത്തി. മഴ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദം. തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. സ്പോർട്സ്. ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് 4 സന്ദർശനം. അർജന്റീന ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ എത്തും. കാലാവസ്ഥ. ശക്തമായ മഴ. പൊന്മുടി സന്ദർശനം നിരോധിച്ചു. പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള സന്ദർശനം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധിച്ചതായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ന്യൂനമർദ്ദം. തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.